അലയുന്ന നിരന്തരം ചലനാത്മകമായ ഒരു ജന്മം പിറവിയെടുക്കാറാകുമ്പോൾ ഒരു തുമ്പിയായി പറന്നു വന്ന് മയ്യഴിയിൽ ജന്മം കൊള്ളുന്ന, ഒരു ജന്മം തീരുമ്പോൾ ഒരു തുമ്പിയായി മയ്യഴിയിൽ നിന്ന് പറന്നു പോകുന്ന വെളിയാങ്കല്ല്, അത് അതിൻ്റെ ആത്മീയ പരിസരമാണ് എന്ന് മുകുന്ദൻ പറയുന്നു. രണ്ടാമത്തെ ഭൗതിക പരിസരം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും മയ്യഴിയുടെ വിമോചനവും മയ്യഴിയുടെ ചരിത്രവുമാണ്. മയ്യഴിയുടെ ചരിത്രത്തിൽ തന്നെ രണ്ട് ഘട്ടങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന്, കുറമ്പിയമ്മ പറയുന്ന കഥകളിലൂടെ, മിത്തുകളിലൂടെ, സംഭവങ്ങളിലൂടെ, വിധേയത്വത്തിൻ്റെതായ അവരുടെ ജീവിത യാഥാർത്ഥ്യങ്ങളിലൂടെ ഉരുത്തിരിഞ്ഞു വരുന്ന മയ്യഴിയുടെ ഒരു ചരിത്രം. മറ്റേത്, മയ്യഴി എന്ന് പറയുന്ന ഭൂപ്രദേശം ഫ്രഞ്ച് അധിനിവേശ പ്രദേശം, ആ പ്രദേശത്തിൻ്റെ സാമ്പത്തിക, സാമൂഹിക, രാഷ്ട്രീയ ചരിത്രം. ഇത്തരം രണ്ട്